മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണ വിജയന്റെ മാസപ്പടി വിവാദമാണ് ഇപ്പോൾ സൈബർ ഇടങ്ങളിലും മറ്റും ചർച്ച ചെയ്യപ്പെടുന്നത്. പ്രതിപക്ഷവും ഇത് വലിയൊരു ആയുധമാക്കിക്കൊണ്ട് രംഗത്തുണ്ട്. ഇപ്പോഴിതാ ആദായ നികുതി തർക്കപരിഹാര ബോർഡിന്റെ റിപ്പോർട്ട് പ്രകാരം വീണ വിജയൻ 1.72 കോടി രൂപ മാത്രമാണ് കൈപ്പറ്റിയിരിക്കുന്നത് എന്നാണ് വ്യക്തമാകുന്നത്. എന്നാൽ ഇതേ റിപ്പോർട്ട് പ്രകാരം വിവിധ രാഷ്ട്രീയ നേതാക്കൾ 95 കോടി രൂപ കൈപ്പറ്റിയിരിക്കുന്നതായി പറയുന്നു. എന്നാൽ ഇത് സംബന്ധിച്ച് യാതൊരു വിവാദങ്ങളോ അന്വേഷണമോ നിലവിലില്ല. ഈ വിഷയത്തെ സംബന്ധിച്ചുകൊണ്ട് മലയാള മനോരമ 2024 18-ാം തീയതി വ്യാഴാഴ്ച ദിവസത്തിലെ ദിനപത്രത്തിൽ ഒരു 4 കോളം വാർത്ത നൽകിയിരുന്നു. ആ വാർത്തയൊന്ന് പരിശോധിക്കാം. കരിമണൽ കമ്പനിയായ CMRL മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയന്റെ കമ്പനിയായ എക്സാലോജിക്കുമായി നടത്തിയ ഇടപാടുകളെക്കുറിച്ചുള്ള അന്വേഷണത്തിനാണ് നടപടി ഉണ്ടായിരിക്കുന്നത്. രാഷ്ട്രീയക്കാർക്കും ഉദ്യോഗസ്ഥർക്കും മാധ്യമപ്രവർത്തകർക്കും മറ്റും CMRL നൽകിയ പണത്തെക്കുറിച്ച് അന്വേഷിക്കാൻ കേന്ദ്രം തയ്യാറാകുമോ എന്ന് വ്യക്തമാക്കേണ്ടതുണ്ട്. രാഷ്ട്രീയക്കാർക്ക് നൽകിയ പണത്തെക്കുറിച്ചും കമ്പനി നിയമം, അഴിമതി നിരോധന നിയമം തുടങ്ങിയവ പ്രകാരം അന്വേഷണം വേണമെന്ന് ആദായ നികുതി വകുപ്പ് വാദിച്ചതാണ്. കമ്പനി മാനേജിംഗ് ഡയറക്ടർ SN ശശിധരൻ കർത്തയ്ക്കും സ്ഥാപനത്തിലെ മറ്റു പ്രധാന ഉദ്യോഗസ്ഥർക്കുമെതിരെ മാത്രമല്ല പണം കൈപ്പറ്റിയവർക്കുമെതിരെയും അന്വേഷണം വേണമെന്ന് ആദായ നികുതി വകുപ്പ് ആവശ്യപ്പെട്ടിരുന്നു. 2013 മുതൽ 2019 വരെ 95.06 കോടി രൂപ രാഷ്ട്രീയക്കാർക്കും മറ്റുമായി നൽകിയെന്നാണ് ആദായ നികുതി വകുപ്പ് കണക്കാക്കിയത്. 20,000 രൂപയിൽ കൂടുതൽ പണമായി കൈപ്പറ്റിയവരുടെ പാൻ ലഭ്യമാക്കാൻ നിർദ്ദേശിക്കണമെന്നും ആവശ്യപ്പെട്ടിരുന്നു. കമ്പനിയിൽ നിന്ന് പണം കൈപ്പറ്റിയവരായി മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉൾപ്പെടെ ഏതാനും രാഷ്ട്രീയ നേതാക്കളുടെ പേര് മാത്രമാണ് ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡിന്റെ ഉത്തരവിലൂടെ പുറത്തുവന്നത്. വീണയ്ക്കും എക്സാലോജിക്കിനും നൽകിയ പണവും രാഷ്ട്രീയക്കാർക്കും നിയമവിരുദ്ധമായി നൽകിയ പണത്തിന്റെ ഗണത്തിലാണ് ആദായ നികുതി വകുപ്പ് പെടുത്തിയത്. ഇത് ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡ് ശരിവെച്ചു. പണം കൈപ്പറ്റിയവരുടെ നീണ്ട പട്ടിക രഹസ്യരേഖയായി ആദായ നികുതി വകുപ്പ് ഹാജരാക്കിയിരുന്നു. ഓരോരുത്തർക്കും എത്ര പണം നൽകിയെന്ന വിവരം സഹിതം. സംസ്ഥാനത്തെ പ്രമുഖ ഭരണ പ്രതിപക്ഷ കക്ഷികളുടെയും തൊഴിലാളി യൂണിയനുകളുടെയും നേതാക്കൾ, ചില IAS IPS ഉദ്യോഗസ്ഥർ, മാധ്യമ പ്രവർത്തകർ തുടങ്ങിയവർക്ക് പുറമെ BJPയുടെ ചില നേതാക്കളുടെയും ചില സംഘടനകളുടെയും പേരുകളും അതിലുണ്ടായിരുന്നു. UDF നേതാക്കൾ, പ്രത്യേകിച്ചും കോൺഗ്രസ് നേതാക്കൾ CMRL നിന്നും കോടികൾ കൈപ്പറ്റിയതായി അവർ തന്നെ സമ്മതിച്ചതാണ്. ഇതിൽ ഉൾപ്പെട്ട നേതാക്കൾ ഇവരൊക്കെയാണ്: KK, OC, AK, RC എന്നിവരാണ് കണക്കിൽപ്പെടാത്ത കോടിക്കണക്കിന് രൂപ വാങ്ങിയത്. കുഞ്ഞാലിക്കുട്ടി, ഉമ്മൻചാണ്ടി, ഇബ്രാഹിം കുഞ്ഞ്, രമേശ് ചെന്നിത്തല എന്നിവരുടെ ചുരുക്കപ്പേരാണ് ഇവിടെ സൂചിപ്പിച്ചത്. ഇവരിൽ ഉമ്മൻചാണ്ടി ഒഴികെ മറ്റുള്ളവരൊക്കെ പണം വാങ്ങിയത് സമ്മതിച്ചു. PV എന്നത് പിണറായി വിജയന്റെ ചുരുക്കപ്പേരായിട്ടാണ് മാധ്യമങ്ങൾ പ്രചരിപ്പിച്ചത്. എന്നാൽ പിണറായി വിജയൻ ഇത് സമ്മതിച്ചിട്ടില്ല. വാർത്ത അറിഞ്ഞയുടൻ പിണറായി വിജയൻ ഈ വിഷയം നിഷേധിക്കുകയാണ് ഉണ്ടായത്. നിയമപ്രകാരം 20,000 രൂപയിൽ കൂടുതൽ പണം കൈപ്പറ്റാനോ കൊടുക്കുവാനോ പാടുള്ളതല്ല. പിന്നെ എങ്ങനെയാണ് ഇവർ ഈ പണം കൈപ്പറ്റിയത്? UDF നേതാക്കൾ ഇതിനെ ന്യായീകരിക്കുന്നത് തിരഞ്ഞെടുപ്പ് ഘട്ടത്തിലാണ് പണം വാങ്ങിയതെന്നാണ്. രസീത് നൽകിയാണ് പണം വാങ്ങിയതെന്നും നേതാക്കൾ പറയുന്നു. എന്നാൽ UDF നേതാക്കൾക്ക് ഏതെങ്കിലും ഒരു രേഖ ഇതുമായി ബന്ധപ്പെട്ട് ഹാജരാക്കാൻ അവരുടെ പക്കലുണ്ടോ? രസീതോ ബാങ്ക് ചെക്കോ അങ്ങനെ മറ്റേതെങ്കിലും രേഖകൾ ഇതുമായി ബന്ധപ്പെട്ട് നേതാക്കൾക്ക് നൽകാൻ കഴിയുമോ? നേതാക്കൾ വാങ്ങിയ പണം ആരുടെ അക്കൗണ്ടിൽ നിക്ഷേപിച്ചു? തിരഞ്ഞെടുപ്പ് ചെലവ് ഇനങ്ങളിൽ ഈ പണം കാണിച്ചിട്ടുണ്ടോ? ഒരു രേഖയുമില്ലാതെ രാഷ്ട്രീയ പാർട്ടികൾക്ക് കൊടുത്ത പണം വിശ്വസിക്കാൻ പറ്റുന്ന ചെലവായി കണക്കാക്കി ഇൻകം ടാക്സ് സെറ്റിൽമെന്റ് ബോർഡ് ഇൻകം ടാക്സ് പരിധിയിൽ നിന്ന് എന്തുകൊണ്ട് ഒഴിവാക്കി? രാഷ്ട്രീയ നേതാക്കൾക്ക് കൊടുത്ത തുകയ്ക്കു പുറമെ അമ്പലങ്ങൾക്ക് 171 കോടി രൂപയാണ് നൽകിയത്. മാത്രമല്ല, മാധ്യമങ്ങൾക്കായി 16 കോടി രൂപയോളമാണ് നൽകിയിരിക്കുന്നത്. ഇതിനെല്ലാം പുറമെ മറ്റു ചിലവുകൾക്ക് 39 കോടിയും. ഈ തുകയുടെ 70% ആദായ നികുതി സെറ്റിൽമെന്റ് ബോർഡ് CMRLന് ഇളവും കൊടുക്കുന്നു.
വീണ വിജയൻ വാങ്ങിയ 1.72 കോടി രൂപ ഇത്രയേറെ ചർച്ച ചെയ്യപ്പെടുമ്പോൾ എന്തുകൊണ്ടാണ് ഈ 95 കോടി രൂപ ചർച്ച ചെയ്യപ്പെടാത്തത്? അമ്പലങ്ങൾക്കും മാധ്യമങ്ങൾക്കും നൽകിയ ഈ കോടിക്കണക്കിന് രൂപയുടെ കണക്കുകൾ മറച്ചുവെക്കാൻ വേണ്ടി മനഃപൂർവ്വമാണ് വീണ വിജയന്റെ 1.72 കോടി മാത്രം മുന്നോട്ട് വെക്കുന്നത്.